അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, മുസ്തഫ ഫാക്ടിനെ സംബന്ധിച്ചാണ് ചില സംഗതികൾ പറയാനുള്ളത്. അദ്ദേഹം നഹറ, അതുപോലെ ദബഹ, ഇതുമായി ബന്ധപ്പെട്ട ഈ പദപ്രയോഗങ്ങൾ ഖുർആന് പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തിനാണ് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് വാദിക്കുന്നുണ്ട്. അതിൽ ഇന്നാഅത്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ, നിൻ്റെ നാഥന് വേണ്ടി നീ നമസ്കരിക്കുകയും നാഥന് വേണ്ടി നീ ബലി നൽകുകയും ചെയ്യുക എന്നത് സംബന്ധിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ടായി. അതിൽ സൂറത്ത് സാഫാത്തിൽ ഇബ്രാഹിം നബിയുടെ സ്വപ്നം, ഇബ്രാഹിം നബി ഇസ്മായിലിനെ അറുത്തതുമായി ബന്ധപ്പെട്ട ഒരു സ്വപ്നം പറയുന്നുണ്ട്. അവിടെ നഹറ എന്നതിന് പകരം നഹറ, ദബഹ എന്ന പദമാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. വഇദ് ഖാല ഇബ്രാഹിമു ലി ബനീഹി വഇദ് ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക വബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് പറയാണ്, വബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, സഹനശീലനായ അല്ലെങ്കിൽ വിവേകശാലിയായ. ഹലീം എന്നതിന് സഹനശീലൻ എന്നും പറയാം, വിവേകശാലി എന്നും പറയാം. വിവേകശാലിയായ ഒരു ഗുലാം, ഒരു മകനെ സംബന്ധിച്ച്, ഒരു സന്തതിയെ സംബന്ധിച്ച് നാം അദ്ദേഹത്തിന് സുവിശേഷം അറിയിച്ചു. വബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഫലമ്മ ബലഗ മഅഹു സഅയ, അദ്ദേഹത്തിൻ്റെ കൂടെ സഅയ് ചെയ്യാൻ, സഅയ് എന്ന് അറബിയിൽ പറഞ്ഞാൽ നടക്കുക എന്ന് അർത്ഥമുണ്ട്, അധ്വാനിക്കുക എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ ഈ മകൻ പിതാവിൻ്റെ കൂടെ നടക്കാൻ, പിച്ച വെച്ച് നടക്കാനാവാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അധ്വാനിക്കാനുള്ള പ്രായത്തിലെത്തിയപ്പോൾ ഫലമ്മ ബലഗ മഅഹു സഅയ കാല, പിതാവ് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, നിന്നെ ബലി നൽകണമെന്ന് ഞാൻ സ്വപ്നത്തിൽ ഞാൻ കാണുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വപ്ന ദർശനമുണ്ടായി. ഇവിടെ മുസ്തഫ പറയുന്നത്, ഇത് സാധാരണ രക്ഷിതാക്കൾ മക്കളോട് പറയാറുണ്ടല്ലോ, എനിക്ക് നിന്നെ സംബന്ധിച്ചൊരു സ്വപ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്വപ്നമാണ് ഇവിടെ ഇബ്രാഹിം നബി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹത്തിന് ഉറക്കത്തിൽ സ്വപ്നമുണ്ടായി മകനെ അറുക്കണം എന്നിട്ട് അദ്ദേഹം നടപ്പ് വരുത്താൻ ശ്രമിച്ചു എന്നുള്ളതല്ല. അത് ഖുർആനിക വിരുദ്ധമാണ്, അത് അന്ധവിശ്വാസമാണ്, അനാചാരമാണെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. എങ്കിലും ഇവിടെ മുസ്തഫ വ്യക്തമാക്കേണ്ട ഒരു സംഗതി, നേരത്തെ നഹറ എന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ തന്നെ ദബഹ എന്ന വാക്കിന് അറബി ഭാഷയിൽ സമർപ്പണം എന്നർത്ഥമുണ്ടോ? അത് അദ്ദേഹം ഭാഷയുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നിരത്തിക്കൊണ്ട് സമർത്ഥിക്കേണ്ടതാണ്. ദബഹ എന്നതിന് സമർപ്പണം എന്ന് അറബി ഭാഷയിൽ അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? രണ്ടാമത്തെ സംഗതി, ഇവിടെ ഇന്നി റഅയ്തു ഫിൽ മനാമീന, മനാം എന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. റഅയ്തു ഫിൽ മനാമി, ഞാൻ ഉറക്കത്തിൽ കണ്ടു. സ്വപ്നം കേവല സ്വപ്നത്തിന് നമ്മൾ സാധാരണ ഇത് മനസ്സിൽ അങ്ങനെയുള്ളൊരു ആഗ്രഹത്തെ സ്വപ്നം എന്ന് പറയാറുണ്ട്. ഇങ്ങനെയുള്ള സ്വപ്നത്തിന് ഖുർആനിലോ അറബി ഭാഷയിലോ എവിടെയെങ്കിലും ഇങ്ങനെയുള്ളൊരു പ്രയോഗം അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയുമോ? ഒരു മനുഷ്യൻ്റെ ആഗ്രഹത്തെ സംബന്ധിച്ച് സ്വപ്നം എന്ന് പറയുന്ന ആ രീതിയിൽ, ആ അർത്ഥത്തിൽ ഖുർആന് റഅ ഫിൽ മനാം ഈ പദം പ്രയോഗിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ തെറ്റായിട്ടുള്ള അർത്ഥകൽപ്പന എവിടെ നിന്ന് കിട്ടി? അതാണ് അദ്ദേഹം വ്യക്തമാക്കേണ്ടത്. അപ്പോൾ അത് ശ്രീനാരായണീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ, അതിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്നാവാം, അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളിൽ നിന്ന് അദ്ദേഹം കടമെടുത്തിട്ടുള്ളതാവാം, അല്ലാതെ അദ്ദേഹത്തിൻ്റെ വകയല്ലത്. അപ്പോൾ ഇന്നി റഅയ്തു ഫിൽ മനാമി അന്നി അദ്ബഹുക, അവിടെ ഇസ്മായിലിനോട് ബാപ്പക്ക് നേരെ പറഞ്ഞാൽ പോരെ, മോനെ ഈ ഇങ്ങനെ ഒന്നും നടന്നാൽ പോരാ,
ഈ നിന്നെ അള്ളാഹുവിനെ സമർപ്പിച്ച് ഇസ്ലാമികമായിട്ട് ഞാൻ പറയുന്നത് പോലെ പിന്നെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ മകനതിൽ പിന്നെ ആക്ഷേപമൊന്നും ഉണ്ടാവില്ല. മകൻ ബാപ്പയോട് എതിർക്കാനും പോകില്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണഗതിയിൽ മക്കൾ ബാപ്പാർ പറയുന്നത് കേൾക്കുക ചെയ്യാം. അപ്പോൾ ആ പിതാവ് പറയുന്നത് മകൻ കേൾക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഇവിടെ ഇന്നി അറ ഫിൽ മനാമി അന്നി അദ്ബഹുക്ക എന്നിട്ട് പിന്നെ പറയണത് എന്താ? ഫന്നുർ മാതാ തറ, നിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് മകനോട് ഈ പിതാവ് അഭിപ്രായം ആരായാണ്? ഫന്നുർ മാതാ തറ, ഞാൻ നിന്നെ ഇസ്ലാമിന് സമർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, എന്താ നിൻ്റെ അഭിപ്രായം എന്നല്ല അവിടെ പറയുന്നത്. അങ്ങനെ ചോദിച്ചൂടെ എന്ന് വെച്ചാൽ ചോദിക്കണേ വിരോധമൊന്നുമില്ല, മകന് അത് അനുകൂലിക്കുകയോ എതിർക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ അറബി ഭാഷ നിയമമനുസരിച്ച്, ഭാഷ അർത്ഥകൽപ്പന അനുസരിച്ച് ഇങ്ങനെ ഇതിനൊരു അർത്ഥമുണ്ടോ എന്ന് അദ്ദേഹം തെളിയിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഫന്നുർ മാതാ തറ എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ ബാപ്പയോട് പറഞ്ഞതെന്താ? ഖാല യാ അബത്ത് ഇഫ്അൽ മാ തുഉമർ, ഇഫ്അൽ മാ തുഉമർ, താങ്കളോട് എന്താണോ കൽപ്പിച്ചത് അത് പ്രവർത്തിച്ചുകൊള്ളുകയെന്നാ. ഇവിടെ മകൻ പറയേണ്ടിയിരുന്നത് എന്താണ്? അദ്ദേഹം പറയേണ്ടിയിരുന്നത് അഫ്അലു മാ തഉമുർ, താങ്കൾ എന്താണോ കൽപ്പിക്കുന്നത് അത് പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്നാണ്. ഈ മുസ്തഫ പറയുന്നത് പോലെയാണ് ഇതിൻ്റെ ആശയമെങ്കിൽ മകൻ പറയേണ്ടിയിരുന്നത് അഫ്അലു മാ തഉമുർ, പാപ്പ എന്താ പറയുന്നത് ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണെന്നാണ്. മറിച്ച് മകൻ പറയുന്നത് ഇഫ്അൽ മാ തുഉമറു, തുഉമറു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അറബി ഭാഷയിൽ അകർമ്മകക്രിയ മജ്ഹൂൽ എന്ന് പറയുന്നതിനാണല്ലോ പറയുന്ന പ്രയോഗമാണല്ലോ അവിടെ തുഉമറു. അമ്ര എന്ന് പറഞ്ഞാൽ കൽപ്പന എന്നാണ്. താങ്കളോട് എന്താണോ കൽപ്പിച്ചത് അത് താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക എന്നാണ്. ഇവിടെ മകൻ ബാപ്പ മകനോട് കൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ മകൻ്റെ അഭിപ്രായം തേട് മാത്രമാണ് നിൻ്റെ ജീവിതം മുഴുക്കെ അള്ളാഹുവിനെ സമർപ്പിക്കണം എന്നെനിക്ക് സ്വപ്നം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ എന്താ പിന്നെ എൻ്റെ അഭിപ്രായം പിന്നെ പറയുന്നതെന്നാണ് മുസ്തഫ പറയുന്നത്. ഇത് മാത്രമല്ല അവിടെ പോലെ ഒരു പന്തികേടുണ്ട്. നിൻ്റെ ജീവിതം നീ പൂർണ്ണമായിട്ട് അള്ളാഹ്ക്ക് സമർപ്പിക്കണം എന്ന് ഞാൻ സ്വപ്നം കാണുന്നു എന്ന് പറയാൻ പിന്നെ ഒരു പിതാവ് എന്നല്ലെങ്കിൽ വേറൊരാൾ മറ്റൊരാളോട് പറയേണ്ടിയല്ല. അത് അയാൾക്ക് തന്നെ ഉണ്ടാവേണ്ട സ്വപ്നമാണ്, എൻ്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായിട്ട് അള്ളാഹുവിനക്ക് സമർപ്പിക്കണം എന്നുള്ളത്. ഇവിടെ കൽപ്പനയുടെ രൂപമാണ്. അപ്പോൾ ഈ മാത്തു ഉമർ, ഇഫ്അൽ മാത്തു ഉമർ എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാൻ ക്ഷമാശീലരുടെ കൂട്ടത്തിലാണ് ഉള്ളതെന്ന് താങ്കൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യം വരുന്ന. അവിടെ കൊണ്ട് നിർത്തിയില്ല. പിന്നീട് പറഞ്ഞതെന്താ? ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ, ഫലമ്മ അസ്ലമ, അവർ രണ്ടാളും അള്ളാഹുവിൻ്റെ ഈ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടു. അസ്ലമ, അസ്ലമ എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക, വിധേയപ്പെടുക എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ ബാപ്പയും മകനും വിധേയപ്പെട്ടു. എന്നിട്ട് ജീവിതത്തെ മൊത്തം അള്ളാഹുവിന് സമർപ്പിക്കുന്നതിന് എന്തിനാണ് നെറ്റിയിൽ കമഴ്ത്തി കിടത്തുന്നത്? അതും ആലങ്കാരിക പ്രയോഗമാണോ? വതല്ലഹു ലിൽ ജബീൻ, ആ വാപ്പ മകനെ തൻ്റെ ജബീനിലേക്ക്, ജബീൻ എന്ന് പറഞ്ഞാൽ പിന്നെ നെറ്റിത്തടവുമായിട്ട് ബന്ധപ്പെട്ട് കമഴ്ത്തി കിടത്തുകയാണ്. എന്തിനാ അതിൻ്റെ ആവശ്യം? അപ്പോൾ ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. അപ്പോൾ ഇവിടെ അള്ളാഹു വിളിക്കുകയാണ്, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ്യാൻ, ഇബ്രാഹിമിനെ നാം വിളിച്ചു, ഇബ്രാഹിമെ നീ നിൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഇവിടെ അള്ളാഹു ഇബ്രാഹിമിൻ്റെ നാഥൻ ഇബ്രാഹിമിനെ വിളിക്കുന്നത്? ഇസ്മായിൽ ജീവിതം അള്ളാഹ്ക്ക് സമർപ്പിക്കാൻ സന്നദ്ധനാണെങ്കിൽ അവിടെ ഇബ്രാഹിം നബി അല്ലല്ലോ അത് സാക്ഷാത്കരിച്ചിട്ടുള്ളത്, മകൻ ഇസ്മായിലല്ലേ. ഇസ്മായിൽ അള്ളാഹുവിന് തന്നെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അള്ളാഹ് വിളിക്കേണ്ടത് ഇസ്മായിലിനെയാണ്. അങ്ങനെയാണല്ലോ പിന്നെ അള്ളാഹു ഇബ്രാഹിം നബിനെ നേരത്തെ വിളിച്ചിട്ടുണ്ട്. ഇത് കാല ലഹു അസ്ലിം, നീ നിന്നെ അള്ളാഹ്ക്ക് സമർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ കാല അസ്ലം തുൽ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന് ഞാനിതാ എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവിടെ ഇബ്രാഹിമുമായിട്ട് നേരിട്ട് അള്ള ബന്ധപ്പെടുകയാണ്. ഇവിടെയാണെങ്കിലോ, ഇവിടെ സ്വയം സമർപ്പിക്കാൻ സന്നദ്ധനായ മകനെ വിളിക്കുന്നതിന് പകരം ആ മകൻ്റെ സമർപ്പണത്തിന് ഇബ്രാഹിം നബിനാണ് അള്ള പ്രശംസിക്കുന്നത്. അത് സദ്ദഖ്ത റുയ്യ, നിൻ്റെ സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു.
അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ മുസ്തഫ പറയണതല്ല, അത് അദ്ദേഹം അതിനെ തെറ്റായിട്ട് അറബി ഭാഷാ പദങ്ങൾക്ക് പോലും തെറ്റായി അർത്ഥം പറയുകയും എന്നിട്ട് അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യുകയാണ്. തെറ്റായിട്ട് വ്യാഖ്യാനിക്കണമെങ്കിൽ തെറ്റായിട്ട് അർത്ഥം പറയണം. അതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഫദൈനാഹു ബി ദിബ്ഹിൻ അലീം, അവിടെ അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു ഇസ്മായിലിനെ മറ്റൊരു ബലി നൽകിയെന്ന് എവിടെയാണ് തെളിയിക്കാൻ കഴിയുക? ആരാണ് പറഞ്ഞിട്ടുള്ളത് നോക്കെ? എന്താണ് ഈ ദബുഹൻ അലീം എന്ന് പറഞ്ഞാൽ? ഫദൈനാഹു, ഫദാ ബിഹി പറഞ്ഞാൽ എന്താ? ഫദാ ബിഹി എന്ന് പറഞ്ഞാൽ ഒരു സംഗതിക്ക് പകരമായി മറ്റൊരു സംഗതി പകരമായിട്ട് നൽകണ ഫിദിയ എന്ന് പറയുന്നത് അതാ. അതിന് പകരം ഇത് ചെയ്യുന്നു. അപ്പോൾ ഇസ്മായിലിനെ പിന്നെ അറുക്കണതിന് പകരം ഒരു മഹത്തായിട്ടുള്ള ദിബ്ഹ ബലി പകരമായിട്ട് നൽകുന്നു എന്നാ. ഇനി മുസ്തഫ പറയുന്ന അനുസരിച്ച് ഇവിടെ വരേണ്ട എന്താ? ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അങ്ങനെ സ്വയം സമർപ്പിക്കാനൊക്കെ സന്നദ്ധരായെങ്കിലും പക്ഷേ പിന്നീട് സംഭവിച്ചത് നേരെ മറിച്ചാണ്. ഇസ്മായിൽ സ്വയം സമർപ്പിക്കല്ല ചെയ്തത്, മറ്റൊരു ബലി നൽകുകയായിരുന്നു, മറ്റൊരു സമർപ്പണം നടത്തുകയായിരുന്നു. അപ്പോൾ ഇവിടെ സമർപ്പണം നടത്തുന്നത് ഇബ്രാഹിമും അല്ല ഇസ്മായിലും അല്ല, വേറെ ആരോ ആണ്. അല്ലെങ്കിൽ അള്ള തന്നെ സ്വയം സമർപ്പിക്കുകയാണെന്ന് വരും. ഇങ്ങനെയൊക്കെ കെട്ടിക്കൂട്ടി തൻ്റെ തെറ്റായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഖുർആനിനെ വളച്ചൊടിക്കുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ് യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി എന്ന് ഖുർആൻ പൂർവ്വകാല വേദക്കാർ അധിക്ഷേപിച്ചിട്ടുള്ളത്. അവർ വാക്കുകളെ അതിൻ്റെ ശരിയായ തലത്തിൽ നിന്ന് അല്ലെങ്കിൽ ആശയത്തിൽ നിന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയോ മാറ്റി എഴുതുകയോ ഒക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെ സംബന്ധിച്ചാണ്. ഇതാണ് ഇവിടെ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആളുകളെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിന് ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അതിന് തെറ്റായിട്ടുള്ള അർത്ഥം നൽകുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു സംഗതി ഭംഗിയായിട്ട് നിർവഹിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം ഖുർആനിലെ പദങ്ങൾക്ക് അറബി ഭാഷയിലുള്ള ആർക്കും പരിചയമില്ലാത്ത, അറബി ഭാഷയിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത അർത്ഥം നൽകിയത് അദ്ദേഹത്തിൻ്റെ മറ്റേ മഹത്തായിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, വിശുദ്ധ ഖുർആനിൻ്റെ മാനവിക വ്യാഖ്യാനം. അതിലെമ്പാടും നമുക്ക് തന്നെ കാണാൻ കഴിയും. എന്നിട്ട് അദ്ദേഹം അഭിമാനിക്കുന്നുണ്ട്, ഞാനും ഒരു ഖുർആൻ വ്യാഖ്യാതാവായി. അദ്ദേഹത്തിൻ്റെ വാലി ഓഫ് നോളേജ് എന്ന് പറയുന്ന പ്രസംഗ പരമ്പരയിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനും അങ്ങനെ ഒരു വ്യാഖ്യാതാവായി. നല്ല വ്യാഖ്യാനമാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് എന്തും പറഞ്ഞുകൊണ്ട് ഞാനും അതിൻ്റെ ആളായി എന്ന് പറയുകയും തെറ്റായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ഇതാണ് ശരിയായിട്ടുള്ളതെന്ന് പറയുകയൊക്കെ ചെയ്യാൻ അയാൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അയാൾക്ക് ഉപയോഗപ്പെടുത്താം, അതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷേ ഇത് ഖുർആനും വെച്ചിട്ട് വേണ്ട ഈ കളി എന്ന് മാത്രമേ നമ്മൾക്ക് അദ്ദേഹത്തോടും അദ്ദേഹത്തെ പോലുള്ള ആളുകളോടും പറയാനുള്ളൂ. അപ്പോൾ അദ്ദേഹം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖുർആനിലെ കൈകടത്തലുകളാണ്, ഖുർആനെ ദുർവ്യാഖ്യാനിക്കലാണ്, അറബി ഭാഷയ്ക്ക് പോലും പരിചയമില്ലാത്ത അർത്ഥകൽപ്പനയും വിശദീകരണവുമാണ് അദ്ദേഹം ഇതിലൂടെ നൽകുന്നത്. ഇതൊന്നും വെച്ചിട്ട് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള ബലി അത് അനിസ്ലാമികമാണ്, അള്ളാഹ് നിരോധിച്ചതാണെന്ന് പറയാൻ യാതൊരു തെളിവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഉരുണ്ടുകളികൾ നടത്തേണ്ടി വരുന്നത് എന്ന് മാത്രമാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്.